ഫുട്ബോളിൽ ചില രാത്രികൾ സ്കോർ ലൈൻ കൊണ്ടല്ല ഓർമ്മിക്കപ്പെടുന്നത്. ചില രാത്രികൾ വികാരങ്ങൾ കൊണ്ടാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. അർജന്റീനയും അൾജീരിയയും തമ്മിലുള്ള ഈ ലോകകപ്പ് പോരാട്ടം അത്തരം ഒരു രാത്രിയായിരുന്നു. കാരണം ഒരു വശത്ത് ലോക ഫുട്ബോളിന്റെ അവസാന മഹാകാവ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന ലയണൽ മെസ്സി ഉണ്ടായിരുന്നു. മറുവശത്ത് സ്റ്റേഡിയത്തിൽ ഇരുന്ന് സ്വന്തം മകന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് കാണുന്ന സിനദിൻ സിദാൻ. ലോക ഫുട്ബോളിലെ രണ്ട് തലമുറകളെ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്ന ഒരു രാത്രി. ഒരു കാലത്ത് ഫ്രാൻസിനെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച മനുഷ്യനാണ് സിദാൻ. ലോകം കണ്ട ഏറ്റവും മനോഹരമായ മിഡ്ഫീൽഡ് മസ്തിഷ്കങ്ങളിൽ ഒരാൾ. പക്ഷേ ആ ദിവസം അദ്ദേഹം പരിശീലകനോ ഇതിഹാസമോ ആയിരുന്നില്ല. തന്റെ മകൻ ലോകകപ്പിൽ കളിക്കുന്നത് കാണാനെത്തിയ ഒരു പിതാവ് മാത്രമായിരുന്നു. ഫുട്ബോൾ ലോകത്തിന് സിദാൻ എന്ന പേര് ഒരു ഇതിഹാസമാണ്. എന്നാൽ ഒരു പിതാവിന് അത് തന്റെ മകന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലെ ഓരോ നിമിഷവും സിദാനെ സംബന്ധിച്ച് പ്രത്യേകതയുള്ളതായിരുന്നു. ലൂക്ക സിദാൻ അൾജീരിയയുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നത് സാധാരണ ഒരു എതിരാളിയല്ല, ലോക ഫുട്ബോളിന്റെ ഏറ്റവും അപകടകാരിയായ കഥാകാരൻ. അവസരം കിട്ടിയാൽ മത്സരം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ലയണൽ മെസ്സി. വർഷങ്ങളായി ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരെ പോലും വിറപ്പിച്ച മനുഷ്യൻ. ഫുട്ബോളിന്റെ വേദിയിൽ അത്തരമൊരു താരത്തെ നേരിടുക എന്നത് ഒരു ഗോൾ കീപ്പറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നാണ്. മത്സരം പുരോഗമിച്ചപ്പോൾ മെസ്സി തന്റെ നിലവാരം വീണ്ടും തെളിയിച്ചു. അർജന്റീനയുടെ ആക്രമണങ്ങൾ തുടർച്ചയായി അൾജീരിയൻ പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ ഗോൾ വന്നു, പിന്നെ മറ്റൊന്ന്. സ്റ്റേഡിയം ആഘോഷത്തിൽ മുങ്ങുമ്പോൾ ക്യാമറ ഒരു നിമിഷം സിദാനിലേക്ക് തിരിഞ്ഞു. ആ മുഖത്ത് കാണാൻ കഴിഞ്ഞത് ലോകകപ്പ് നേടിയ ഇതിഹാസത്തിന്റെ ആത്മവിശ്വാസമല്ല, സ്വന്തം മകന്റെ ബുദ്ധിമുട്ട് കണ്ടു നിൽക്കുന്ന ഒരു പിതാവിന്റെ വേദനയായിരുന്നു. ഫുട്ബോൾ പലപ്പോഴും ഇങ്ങനെയാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷവും നിരാശയും ഒരേ നിമിഷത്തിൽ എഴുതപ്പെടും. സിദാൻ തന്റെ കരിയറിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ട്. ലോകകപ്പ് ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തം മകൻ ഗോളുകൾ വഴങ്ങുന്നത് കാണുമ്പോൾ അനുഭവിച്ച ആ വികാരം അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റെന്തിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തതായിരിക്കും. എന്നാൽ ഈ കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗം മറ്റൊന്നാണ്. ഇന്ന് ലോകം ലൂക്ക സിദാനെ കണ്ടു. അദ്ദേഹം സിനദിൻ സിദാന്റെ മകൻ മാത്രമല്ലെന്ന് മനസ്സിലാക്കി. സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമാണ്. അതെ, ലോകകപ്പ് അരങ്ങേറ്റത്തിൽ കാര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ച പോലെ നടന്നില്ല. പക്ഷെ എല്ലാ മഹത്തായ കരിയറുകളും വിജയത്തോടെ തുടങ്ങണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും വലിയ കഥകൾ നിരാശയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മെസ്സി തന്റെ കഥയുടെ അവസാന അധ്യായങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. സിദാന്റെ മകൻ തന്റെ കഥയുടെ ആദ്യ അധ്യായങ്ങൾ എഴുതി തുടങ്ങുന്നു. ഒരു ഇതിഹാസത്തിന്റെ യാത്ര അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു തലമുറയുടെ യാത്ര ആരംഭിക്കുകയാണ്. അതാണ് ഈ മത്സരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. സ്കോർ ബോർഡ് ഒരു ദിവസം മറക്കപ്പെടും, മെസ്സിയുടെ ഗോൾ കണക്കുകളും മാറും. പക്ഷെ ലോകകപ്പ് വേദിയിൽ മെസ്സി ആഘോഷിക്കുമ്പോൾ സ്റ്റാൻഡിൽ ഇരുന്ന മകനെ നോക്കിയ സിദാന്റെ ആ മുഖം ഫുട്ബോൾ ആരാധകർ വളരെ കാലം ഓർമ്മിക്കും. കാരണം അത് വെറും ഫുട്ബോൾ അല്ലായിരുന്നു, ഒരു പിതാവിന്റെ ഹൃദയമായിരുന്നു.